ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് 2015 നടന്ന ഒരു കോമൺ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. രണ്ട് എക്സാമല്ല, ആക്ച്വലി രണ്ട് സെറ്റായിരുന്നു. ഒന്ന് ട്രേഡ്സ്മാനും അതേപോലെ തന്നെ ഇലക്ട്രീഷ്യനും. 3 ഇലക്ട്രീഷ്യൻ ഉണ്ടായിരുന്നു. 3 ഇലക്ട്രീഷ്യനും ഒരു ട്രേഡ്സ്മാൻ്റെയും എക്സാം ആയിരുന്നു. ആലപ്പുഴ, കോഴിക്കോട്, വയനാട് ജില്ലകളുടെ ട്രേഡ്സ്മാനും ഇലക്ട്രിക്കൽ ട്രേഡ്സ്മാനും അതേപോലെ തന്നെ മറ്റ് 3 ഇലക്ട്രീഷ്യൻ പോസ്റ്റുകളുടെയും കൂടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. 112/2015. എക്സാം നടന്നത് 13/6/2015. അപ്പോൾ ഇതിനകത്ത് അന്ന് ജനറൽ നോളജ് ഉള്ളത് കൊണ്ട് തന്നെ 80 ചോദ്യങ്ങൾ മാത്രമേ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ സേഫ് ആൻഡ് പ്രോപ്പർ വേ of removing the existing software from the computer is. ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു എക്സാമിൽ ഒരു ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്നത് പ്രിന്റിംഗ് പ്രസ്സുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു ഇലക്ട്രീഷ്യൻ ആയിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻ ഇതിനകത്ത് വന്നത്. The safe and proper way of removing the existing software from the computer is അൺഇൻസ്റ്റാളിങ്. നമുക്കറിയാവുന്ന ഒരു സാധനം തന്നെയാണ്. നമ്മളൊരു മൊബൈൽ ആപ്ലിക്കേഷൻസ് നമുക്ക് ആവശ്യമില്ലാത്തൊരു സാധനം നമ്മൾ സേഫായിട്ട് അത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമ്മളത് അൺഇൻസ്റ്റാൾ ചെയ്യാണ് ചെയ്യുക. റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒഴിവാക്കുക എന്നാണ്. അങ്ങനെ ഒരു പ്രോസസ്സ് നമ്മുടെ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടില്ല. ഡിലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യുക ചെയ്യുന്നത് അതിൻ്റെ ഫയൽസും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഡിലീറ്റ് ആവുകയില്ല. ഡിസേബിൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ സോഫ്റ്റ്വെയർ നമ്മൾ റിമൂവ് ചെയ്യുന്നില്ല, പകരം ആ സോഫ്റ്റ്വെയറിനെ നമ്മൾ ഉപയോഗിക്കാതെ ഒന്ന് സപ്രസ് ചെയ്ത് വെക്കുകയാണ് ഡിസേബിളിങ്ങിലൂടെ ചെയ്യുന്നത്. അപ്പോൾ റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യണം? അൺഇൻസ്റ്റാൾ ചെയ്യണം. Then the type code printed on the Zener is BZC9V1, where B indicates. BZC9V1 എന്ന് പറയുന്നത് ഒരു Zener ഡയോഡിന്റെ ഒരു കോഡാണ്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്ന ഈ ബി എന്ന് പറയുന്നത് ഏത് സെമി കണ്ടക്ടർ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ആ ഡയോഡ് ഉണ്ടാക്കിയത് എന്നുള്ളതാണ്. അത് ബി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഏത് സെമി കണ്ടക്ടർ മെറ്റീരിയൽ. ബി ആണെങ്കിൽ സിലിക്കൺ ആണ് വരുന്നത്. ഇവിടെ എ ആയിരുന്നുവെങ്കിൽ അത് വരുന്നത് ജർമേനിയമാണ്. വരിക. ഇനി രണ്ടാമത്തെ ലെറ്ററായ സെഡ് റെപ്രസെന്റ് ചെയ്യുന്നത് ആ ഡയോഡിന്റെ ആപ്ലിക്കേഷനാണ്, ആ ഡയോഡിന്റെ ഫംഗ്ഷൻ ആണ്. എന്തിനാണ് ആ ഡയോഡ് യൂസ് ചെയ്യുന്നത്? നമ്മളിവിടെ സെനർ ഡയോഡ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സെഡ് റെപ്രസെന്റ്സ് സെനർ ഡയോഡ്. ഇനി സി എന്ന് പറയുന്ന ഈ ലെറ്റർ റെപ്രസെന്റ് ചെയ്യുന്നത് ഇതിന്റെ ടോളറൻസ് ആണ്, ടോളറൻസ് വാല്യൂ ആണ്. സി റെപ്രസെന്റ് ചെയ്യുന്നത് ±5% ടോളറൻസ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി 9V1 എന്ന് പറയുന്നത് 9.1 വോൾട്ട് ആണ് ഇതിന്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്നുള്ളതാണ് 9V1 എന്ന് പറയുന്ന കോഡ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതാണ് ഒരു സെനർ ഡയോഡിന്റെ കോഡിലുള്ള എല്ലാ ലെറ്റേഴ്സിന്റെയും ഒരു ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ്, ഇൻ MS Word ഫയൽ the shortcut key used to save the document is. നമ്മൾ ഒരു ഫയലിനെ സേവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് Ctrl+S ആണ്. Ctrl+A എന്ന് പറയുന്നത് അതിൻ്റെ എല്ലാ ആളുകളെയും കൂടെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, മൊത്തമായിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് Ctrl+A യൂസ് ചെയ്യുന്നത്. Ctrl+V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പേസ്റ്റ് ആണ്. Ctrl+X എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കട്ടിൻ്റെ ഷോർട്ട് കട്ടാണ്. ഇനി Ctrl+C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോപ്പിയാണ്. റെഡി? അതെ. The number of diodes used for a center tapped full wave rectifier. Center tapped full wave rectifierനകത്ത് നമ്മൾ സെൻറ്റർ ടാപ്പിൽ 2 ഡയോഡുകളാണ് കണക്ട് ചെയ്യുക. ഒരു ഡയോഡ് ഇവിടെയും ഒരു ഡയോഡ് ഇവിടെയും. ഇതാണ് സെൻട്രൽ ടാപ്ഡ് ഡയോഡിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ സെൻട്രൽ ടാപ്ഡ് ഫുൾ വേ റെക്ടിഫയറിൽ നമ്മൾ കണക്ട് ചെയ്യുന്നത് 2 ഡയോഡാണ്. ഇനി ബ്രിഡ്ജ് റെക്ടിഫയറിലാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അത് 4 ഡയോഡാണ് അതിനകത്ത് ഉണ്ടാവുക. The expansion of SPDT is. SPDT എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് സ്വിച്ച് ആണ്. SPDT, സിംഗിൾ പോൾ ഡബിൾ ത്രോ എന്നുള്ളതാണ് SPDTയുടെ ഫുൾ ഫോം. സിംഗിൾ പോൾ ഡബിൾ ത്രോ. ഇതേപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടെ അബ്രിവേഷൻസ് ഞാൻ പറയുകയാണെങ്കിൽ SPST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ പോൾ സിംഗിൾ ത്രോ. DPST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ പോൾ സിംഗിൾ ത്രോ. ഇനി DPDT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ പോൾ ഡബിൾ ത്രോ. ഇനി TPST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിപ്പിൾ പോള് സിംഗിൾ ത്രോ. ഇനി TPDT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിപ്പിൾ പോള് ഡബിൾ ത്രോ. ഇനി 4PDT ഉണ്ട്, 4 പോൾ ഡബിൾ ത്രോ ആണ് 4PDT. ഇനി SPCO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ പോൾ ചേഞ്ച് ഓവർ എന്നുള്ളതാണ് SPCO. DIP എന്ന് പറയുന്നത് ഡ്യുവൽ ഇൻലൈൻ പാക്കേജ് സ്വിച്ച്. ഇതൊക്കെയാണ് കുറച്ച് അബ്രിവേഷൻസ് ആയിട്ട് വരുന്നത്. റെഡി?
ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് ഈസ് കണ്ടക്റ്റഡ് ഓൺ എ ട്രാൻസ്ഫോമർ ടു ഡിറ്റർമിൻ. ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് നമ്മൾ ട്രാൻസ്ഫോമറിനകത്ത് ചെയ്യുന്നത് കോൺസ്റ്റന്റ് ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. കോൺസ്റ്റന്റ് ലോസ് അതിന് പറയുന്ന മറ്റൊരു പേരാണ് കോർ ലോസ്. കോൺസ്റ്റന്റ് ലോസ് അല്ലെങ്കിൽ കോർ ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് ചെയ്യുന്നത്. കോപ്പർ ലോസ് അല്ലെങ്കിൽ വേരിയബിൾ ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ചെയ്യുന്നത്. 1 picofarad is equal to 10⁻⁻12. 10⁻⁻6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ ആണ്. 10⁻⁻9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാനോ ആണ്. 10⁻15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെംടോ ആണ്. റെഡി. 10⁻3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മില്ലി ആണ്. The number of complete cycles produced in 1 second is called. ഒരു സെക്കൻഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൈക്കിൾസിനെ പറയുന്ന പേരാണ് ഫ്രീക്വൻസി. നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ് ഈസ് കോൾഡ് ഫ്രീക്വൻസി. ദെൻ ഒരു കംപ്ലീറ്റ് സൈക്കിളിന് വേണ്ട ഡ്യൂറേഷനെ പറയുന്ന പേരാണ് പീരീഡ്. ഒരു കംപ്ലീറ്റ് സൈക്കിളിന്റെ ഡ്യൂറേഷനെ പറയുന്ന പേരാണ് പീരീഡ്. ഇനി ഒരു വേവ് ഫോമിന് മാക്സിമം വാല്യൂ പറയുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ്. മാക്സിമം എത്ര വരെ പോകാൻ പറ്റും അതിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുക. മാക്സിമം പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂ വേവ് ഫോം റീച്ച് ചെയ്യുന്നതിനെ പറയുന്ന പേര് തന്നെയാണ് പീക്ക് വാല്യൂ. ആംപ്ലിറ്റ്യൂഡും പീക്ക് വാല്യൂം അപ്രോക്സിമേറ്റ്ലി ഒന്ന് തന്നെയാണ്. പക്ഷേ ഇത് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പർട്ടിക്കുലർ വാല്യൂ ആണ്. ഇത് പോസിറ്റീവ് പീക്ക് ഉണ്ടാവും, നെഗറ്റീവ് പീക്ക് ഉണ്ടാവും. വിച്ച് മീൻ ഇതാണ് ഒരു സൈൻ വേവ് എങ്കിൽ ഈ ഒരു ഡ്യൂറേഷനെ പറയുന്ന പേരാണ് പീരീഡ്. ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ പീരീഡ് എന്ന് പറയുക. ഇതിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇതിനെ തന്നെയാണ് നമ്മൾ പീക്ക് എന്ന് പറയും. ഇത് പോസിറ്റീവ് പീക്ക് വാല്യൂ, ഇത് നെഗറ്റീവ് പീക്ക് വാല്യൂ. ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ളത് പീക്ക് ടു പീക്ക് വാല്യൂ. ക്ലിയർ? ദെൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സൈക്കിളുകൾ, ഈ ഒരു സൈക്കിളുകൾ ഒരു സെക്കൻഡിൽ എത്ര എണ്ണം ഉണ്ടാവും അതിനെ പറയുന്ന പേരാണ് ഫ്രീക്വൻസി. ദ ഫങ്ഷൻ ഓഫ് ട്വീസർ ഈസ് ടു. ട്വീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. മലയാളം പേര് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ട്വീസർ എന്ന് പറയുന്നത് നമ്മൾ ചെറിയ പാർട്ടിക്കിളിനൊക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങളൊരു വാച്ചിൻ്റെ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് അവർ ഈ അതിൻ്റെ സെല്ല് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലക്കർ ഒരു ഹോൾഡർ യൂസ് ചെയ്യും. അതാണ് ആക്ച്വലി ട്വീസർ. ട്വീസർ എന്ന് പറയുന്നത് ഒരു ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ഒബ്ജക്റ്റുകളെ ഹോൾഡ് ചെയ്യുന്ന, ഇതിനിടയിൽ ചെറിയ ഒബ്ജക്റ്റുകളെ ഹോൾഡ് ചെയ്യുന്ന ആളിനെ പറയുന്ന പേരാണ് ട്വീസർ. ഹോൾഡ് ലൈറ്റ് വെയിറ്റ് ആൻഡ് വെരി സ്മോൾ കമ്പോണൻറ്റ് ഓഫ് വയർസ്. വളരെ ചെറിയ കമ്പോണൻറ്റിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്വീസേഴ്സ് യൂസ് ചെയ്യുന്നത്. 1 ജൂൾ. ജൂൾ എന്ന് പറയുന്നത് 1 ജൂൾ ഈസ് ഈക്വൽ ടു, ജൂൾ എന്ന് പറയുന്നത് വർക്കിൻ്റെ അല്ലെങ്കിൽ എനർജിയുടെ യൂണിറ്റ് ആണ് ജൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ആസ് പെർ ഡെഫിനിഷൻ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, വർക്ക് എന്ന് പറയും. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് നമുക്ക് വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ഡിസ്റ്റൻസിന് ന്യൂട്ടൺ ആണ്, ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് മീറ്റർ ആണെങ്കിൽ നമുക്ക് വർക്കിൻ്റെ യൂണിറ്റിനെ നമുക്ക് ന്യൂട്ടൺ മീറ്റർ എന്നും കൂടെ പറയാൻ പറ്റും. അതായത് ജൂളിനെ നമുക്ക് ആരെ ഇക്വലൻ്റ് ആയിട്ട് പറയാൻ പറ്റും, ന്യൂട്ടൺ മീറ്ററിനെ ഇക്വലൻ്റ് ആയിട്ട് പറയാൻ പറ്റും. ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് അലൂമിനിയം ഈസ്. അലൂമിനിയം എന്ന് പറയുന്നത് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഒരു കണ്ടക്ടറാണ്. അലൂമിനിയത്തിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 660 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതേപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റൊരു കണ്ടക്ടറാണ് കോപ്പർ. കോപ്പറിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 1083 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത് പല എക്സാമ്പിൾക്കും ചോദിക്കാറുണ്ടായിരുന്നു. 1083 ഡിഗ്രി സെൽഷ്യസ് ആണ് കോപ്പറിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ രണ്ട് ആളുകളെയും, കോപ്പറിൻ്റെയും അലൂമിനിയത്തിൻ്റെയും മറ്റു കുറച്ച് വാല്യൂസ് ഒക്കെ നോക്കുകയാണെങ്കിൽ, ഇത് കണ്ടക്ടിവിറ്റിയുടെ വാല്യൂ നമ്മൾ പറയുകയാണെങ്കിൽ കോപ്പറിൻ്റെ കേസിൽ 56 ആണ്, അലൂമിനിയത്തിൻ്റെ കേസിൽ 35 ആണ്. ഇത് യൂണിറ്റ് മോ പെർ മീറ്റർ ആണ്. ഇനി റെസിസ്റ്റിവിറ്റി പറയുകയാണെങ്കിൽ കോപ്പറിൻ്റെ കേസിൽ 0.01786 ആണ് കോപ്പറിൻ്റെ കേസിൽ, അലൂമിനിയത്തിൻ്റെ കേസിൽ 0.0287. മുൻപ് ഈ വാല്യൂസ് ഒക്കെ പലപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അടുത്തുള്ള എക്സാമുകൾക്കൊന്നും ഈ വാല്യൂസ് അങ്ങനെ പെട്ടെന്ന് കാണാറില്ല. ദെൻ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ ഓഫ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആൽഫ 0.00393 ആണ് കോപ്പറിൻ്റെ കേസിൽ, അലൂമിനിയത്തിൻ്റെ കേസിൽ അത് 0.00403. റെഡി. ഇത്രയാണ് മറ്റ് പാരാമീറ്റർ വാല്യൂസ് എന്ന് പറയുന്നത്, നോർമലി ചോദിക്കുന്ന വാല്യൂസ് എന്ന് പറയുന്നത്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റ് ഈസ് മെഷേർഡ് ബൈ. ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യുന്നത് ഹൈഡ്രോമീറ്റർ അല്ല, ഹൈഡ്രോമീറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു ഇലക്ട്രോലൈറ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി മെഷർ ചെയ്യുന്നത്. ഇനി ലാക്ടോമീറ്റർ എന്ന് പറയുന്നത് പാലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി അല്ലെങ്കിൽ ഡെൻസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാക്ടോമീറ്റർ യൂസ് ചെയ്യുന്നത്. പൈറോമീറ്റർ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ്. ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത് കറണ്ട് മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ്. റെഡി. ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് 15376. ഇതൊരു മാത്സിലെ പ്രോബ്ലം ആണ്. 15376ൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 17376 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇങ്ങനെ പോവുകയാണ് ചെയ്യാം. പക്ഷേ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന് നമ്മൾ ഇങ്ങനെ കൺവെൻഷണൽ മെത്തേഡിൽ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ആൻസറിലേക്ക് എത്താനുള്ള എന്തെങ്കിലും ഒരു ഹിൻറ്റ് ആൻസറിൽ തന്നെ ഉണ്ടാവും.
അപ്പോൾ ഈ 15376 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 5 അക്ക നമ്പറാണ്. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആദ്യത്തെ ഒരു 3 അക്ക എടുക്കുക. ആദ്യത്തെ 3 അക്ക എടുത്തിട്ട് ഈ 153 എന്ന് പറയുന്നത് ഏതിൻ്റെ സ്ക്വയർ വാല്യൂവിന് അടുത്ത് വരുന്ന വാല്യൂ ആണെന്നുള്ളത് നോക്കുക. അതായത് 12ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 144 13ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 169 അപ്പോൾ ഇതിനിടയിലുള്ള വാല്യൂ ആണ് ഈ 153. ബാക്കിയുള്ള 76 എന്ന് പറയുന്നത് ഞാൻ ഇതിൻ്റെ കൂടെ ഇപ്പുറത്തൊരു 0 ഇട്ട് കഴിഞ്ഞാൽ, ഇവിടെ ഒരു 0 ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ 2 0 വരും. റെഡി, ക്ലിയർ? അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ നമ്മളിതിപ്പം 5 അക്കത്തിന് പകരം 7 അക്കമായിരുന്നു എങ്കിൽ, ആ 7 അക്കമായിരുന്നുവെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യുക, അവിടെ കട്ട് ചെയ്യാം. റൈറ്റ്. അതേപോലെ 12ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 144, 13ൻ്റെ സ്ക്വയർ 169. ഇതിനിടയിലുള്ള വാല്യൂ ആണ് 153. അപ്പോൾ നമ്മളുടെ ഈ ഒരു വാല്യൂയുടെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 120ൻ്റെയും 130ൻ്റെയും ഇടയിലുള്ള വാല്യൂ ആയിരിക്കും. 120ൻ്റെയും 130ൻ്റെയും ഇടയിലുള്ള വാല്യൂ ആയിരിക്കും. അപ്പോൾ ഇത് തന്നിരിക്കുന്ന ഓപ്ഷനിൽ 120നും 130നും ഇടയിൽ ഒരാൾ മാത്രമേ ഉള്ളൂ, 124. അതുകൊണ്ട് ഈ പ്രോബ്ലം ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്തരത്തിലുള്ളൊരു ട്രിക്സ് യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് ഇപ്പോൾ മാത്സ് ഇങ്ങനെ ഡയറക്റ്റ് മാത്സ് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാറില്ല നമ്മുടെ ടെക്നിക്കൽ എക്സാമിന്. എങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞു. കൺവെൻഷണൽ മെത്തേഡിൽ ഇങ്ങനെയാണ് ചെയ്യുക, പക്ഷേ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇറ്റ്സ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ്. വിച്ച് ടൈപ്പ് ഓഫ് ഡ്രോയിങ് ഷീറ്റ് ഹാവിങ് ബിഗ്ഗസ്റ്റ് ഏരിയ? ISO 216 എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ISO 216 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രോയിങ് ഷീറ്റുകളുടെ സൈസ് ഡിറ്റർമിൻ ചെയ്യുന്ന സ്റ്റാൻഡേർഡാണ് ISO 216 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പ്രകാരം 6 സൈസുകളാണ് നമുക്ക് ഷീറ്റുകൾക്കുള്ളത്, A0 മുതൽ A6 വരെ. A0 ആണ് ഇതിനകത്ത് ഏറ്റവും സൈസ് കൂടിയ ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ A0യുടെ സൈസ് എന്ന് പറയുന്നത് 841x1189 മില്ലിമീറ്ററിലാണ് ഡയമെൻഷൻ പറയുന്നത്. 841 x 1189 ആണ് A0യുടെ വാല്യൂ. A1 എന്ന് പറയുന്നത് 594 x 841 ആണ് A1ൻ്റെ വാല്യൂ. A2 എന്ന് പറയുന്നത് 420 x 594 ആണ് A2യുടെ വാല്യൂ. A3യുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 297/297 ആണ് A3യുടെ സൈസ്. ഇനി ഇതല്ലാതെ A5 A6 വരെയുള്ള വാല്യൂസ് ഉണ്ട്. ആ A5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 148 x 210 ആണ് A5ൻ്റെ ഡയമെൻഷൻ. A6ൻ്റെ ഡയമെൻഷൻ 105 x 148. ഇതിനകത്ത് A0 to A6ലേക്ക് പോകുമ്പോൾ A0 ആണ് ഏറ്റവും വലുത്. A6ലേക്ക് പോകുന്നതിനനുസരിച്ച് അതിൻ്റെ ഏരിയ കുറഞ്ഞുകൊണ്ടിരിക്കും. What is the potential energy in a body mass 5 kg on the top of a pole 20 meter height? Potential energy equation P is equal to mgh എന്നുള്ളതാണ്. M എന്ന് പറയുന്നത് മാസ് ഓഫ് ദി ബോഡി, ഇത് നമുക്ക് 5 കിലോ എന്ന് തന്നിട്ടുണ്ട്. G എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതിൻ്റെ വാല്യൂ 9.8 ആണ്. H എന്ന് പറയുന്നത് ഹൈറ്റ്, എത്ര മീറ്റർ ഹൈറ്റിലാണുള്ളത്, 20 മീറ്റർ ഹൈറ്റിലാണുള്ളത്. എല്ലാം SI യൂണിറ്റ് തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ വേറെ രീതിയിലേക്കൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ 5 × 9.8 × 20 ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 980 ജൂൾ. 980 ജൂൾ, ഓപ്ഷൻ ബി. ഇത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. 9th ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദ എക്സാമ്പിൾ ഓഫ് മാൻഡേറ്ററി സൈൻ? മാൻഡേറ്ററി സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമായും ഒബേ ചെയ്തിരിക്കേണ്ട സൈനുകളെ പറയുന്ന പേരാണ് മാൻഡേറ്ററി സൈൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നിർബന്ധമായിട്ട് ഒബേ ചെയ്യിക്കേണ്ടിരിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഫസ്റ്റ് ഓപ്ഷൻ നോക്കുക, റിസ്ക് ഓഫ് ദി ഇലക്ട്രിക്കൽ ഷോക്ക്. ഇതൊരു വാണിംഗ് ആണ്, ഇതൊരു മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമല്ല. നമുക്ക് വാണിംഗ് തരികയാണ്, അവിടെ ഒരു ഇലക്ട്രിക് ഷോക്കിനുള്ള സാധ്യതയുണ്ട്. വിയർ സേഫ്റ്റി ബെൽറ്റ്, സേഫ്റ്റി ബെൽറ്റ് ധരിക്കണം, അത് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. സേഫ്റ്റി ബെൽറ്റ് നിർബന്ധമായും ധരിച്ചിരിക്കണം, അതൊരു മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ്. ഇത് മാൻഡേറ്ററി സൈൻ. സ്മോക്കിംഗ് പ്രോഹിബിറ്റഡ്, ഇതൊരു പ്രോഹിബിഷൻ സൈനാണ്. ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പ്രോഹിബിഷൻ സൈനിലേക്ക് വരുന്നത്. ഇനി ഇതല്ലാതെ മറ്റൊരു സൈനിലൂടെ നമുക്കുണ്ട് ഇൻഫർമേഷൻ സൈൻ. എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് തരുന്നതാണ് ഇൻഫർമേഷൻ സൈൻ. ദ യൂണിറ്റ് ഓഫ് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി. ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാർജിൻ്റെ യൂണിറ്റ് ആയ കുളൂംബാണ് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റിക്ക് നമ്മൾ പറയുന്നത്. വാട്ട് ഹവർ എന്ന് പറയുന്നത് എനർജിയുടെ യൂണിറ്റ് ആണ്. ആംപിയർ എന്ന് പറയുന്നത് കറണ്ടിൻ്റെ യൂണിറ്റ് ആണ്. വോൾട്ട് എന്ന് പറയുന്നത് വോൾട്ടേജിൻ്റെ യൂണിറ്റ് ആണ്. റൈറ്റ്. ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് മീഡിയം റെസിസ്റ്റൻസ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് ഓമിക് വാല്യൂ? ഓമിക് വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് നമ്മൾക്ക് റെസിസ്റ്റൻസിനെ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് ലോ റെസിസ്റ്റൻസ്, രണ്ടാമത്തത് മീഡിയം റെസിസ്റ്റൻസ്, മൂന്നാമത്തത് ഹൈ റെസിസ്റ്റൻസ്. ലോ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ohm ആയിട്ടുള്ള റെസിസ്റ്റൻസിനെയാണ് നമ്മൾ ലോ റെസിസ്റ്റൻസ് എന്ന് പറയുക. നോർമലി ആർമേച്ചർ റെസിസ്റ്റൻസ് ഒക്കെ ലോ റെസിസ്റ്റൻസ് വാല്യൂ ആണ്.
മീഡിയം റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 ഓമിനും 100 കിലോ ഓമിനും ഇടയിലുള്ള വാല്യൂസിനെയാണ് നമ്മൾ മീഡിയം റെസിസ്റ്റൻസ് എന്ന് പറയുക. അത് സാധാരണ നമ്മൾ നോർമൽ ആപ്ലിക്കേഷൻസിലേക്ക് വരുന്ന റെസിസ്റ്റൻസ് മീഡിയം റെസിസ്റ്റൻസ് ആണ്. ഹൈ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 100 കിലോ ഓമിന് മേലെയുള്ള റെസിസ്റ്റൻസിനെയാണ്, ഗ്രേറ്റർ ദാൻ 100 കിലോ ഓം അല്ലെങ്കിൽ 100 കിലോ ഓമിന് മേലെയുള്ള റെസിസ്റ്റൻസിനെയാണ് നമ്മൾ ഹൈ റെസിസ്റ്റൻസ് എന്ന് പറയുക. നോർമലി ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഒക്കെ ഹൈ റെസിസ്റ്റൻസ് കാറ്റഗറിയിലാണ് വരുന്നത്. ക്ലിയർ? അപ്പോൾ ഇപ്പോൾ നമുക്ക് ഏതാണ് ചോദിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മീഡിയം റെസിസ്റ്റൻസ് ആണ്. മീഡിയം റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എബോവ് 1 ഓം ആൻഡ് അപ് ടു 100 കിലോ ഓം. ഓക്കെ, ദെൻ വിച്ച് ടൂൾ ഈസ് യൂസ് ടു മെഷർ ദ സൈസ് ഓഫ് ദി കണ്ടക്ടർ? ഒരു കണ്ടക്ടറിന്റെ സൈസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് സ്റ്റാൻഡേർഡ് വയർ ഗേജ് എന്ന് പറയുന്നത്. ഇനി സ്റ്റാൻഡേർഡ് വയർ ഗേജ് അല്ലാതെ ഇതിനകത്തുള്ള ബിവൽ ഗേജ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ മെഷർമെൻറ്റുകളെ മെഷർ ചെയ്യാനും ആംഗിളെ മെഷർ ചെയ്യാനും ആംഗിളുകളെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ് ബിവൽ ഗേജ് എന്ന് പറയുന്നത്. ആംഗിളിനെ മെഷർ ചെയ്യാനും ആംഗിളിനെ ട്രാൻസ്ഫർ ചെയ്യാനും. വെർനിയർ കാലിപ്പർ എന്ന് പറയുന്നത് നമ്മളുടെ വർക്ക് പീസുകളുടെ ഡയമീറ്റർ ഒക്കെ മെഷർ ചെയ്യാനും ലെങ്ത് മെഷർ ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്നത്. ചെറിയ ആളുകളുടെ ലെങ്ത് മെഷർ ചെയ്യാനും ഈ വർക്ക് പീസുകളുടെ ഒക്കെ ഡയമീറ്റർ മെഷർ ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ് വെർനിയർ കാലിപ്പർ. ഡെപ്ത് ഗേജ് എന്ന് പറയുന്നത് ഡെപ്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂളാണ് ഡെപ്ത് ഗേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ക്ലാസിഫിക്കേഷൻ ഓഫ് ആക്സസറീസ് ദ സ്വിച്ച് വിൽ ബിലോങ്? ഏത് കാറ്റഗറിയിലാണ് നമ്മുടെ സ്വിച്ചസ് നമ്മൾ വരുന്നത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഏത് കാറ്റഗറിയിലാണ് സ്വിച്ചസ് വരുന്നത്? അപ്പോൾ സ്വിച്ചസ് നോർമലി വരുന്നത് നമ്മളുടെ കൺട്രോളിങ് കാറ്റഗറിയിൽ വരുന്ന ആളാണ് സ്വിച്ച് എന്ന് പറയുന്നത്. ഹോൾഡിംഗ് കാറ്റഗറിയിലല്ല, സേഫ്റ്റി കാറ്റഗറിയിൽ MCB ELCB ഒക്കെയാണ് വരിക. സ്വിച്ച് വരുന്നത് കൺട്രോളിങ് കാറ്റഗറിയിലാണ്. What is the name of defect occurred in a cell due to the presence of impurities on the zinc plate? Zinc plate impurity അടിയുന്നതിന് കൊണ്ടുള്ള ഡിഫക്റ്റിനെ പറയുന്ന പേരാണ് ലോക്കൽ ആക്ഷൻ. ഇതേ ഡിഫക്റ്റ് നമ്മൾ കോപ്പർ പ്ലേറ്റിലാണ് വരുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് പോളറൈസേഷൻ. സൾഫേഷൻ എന്ന് പറയുന്നത് ഓവർ ഡിസ്ചാർജിങ് കൊണ്ട് നമ്മളെ സെല്ലിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് കൂടുന്നതിനെയാണ് നമ്മൾ സൾഫേഷൻ എന്ന് പറയുക. ഇനി ഓവർ ചാർജിങ് ഡിസ്ചാർജിങ് കൊണ്ട് നമ്മൾ ഇലക്ട്രോഡുകൾ ബെൻഡ് ആവുന്നതിനെ പറയുന്ന പേരാണ് ബക്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ തന്നിരിക്കുന്നതിൽ ലോക്കൽ ആക്ഷൻ ആണ് നമ്മളുടെ ഇതിനകത്ത് സിങ്ക് പ്ലേറ്റിനകത്ത് ഇമ്പ്യൂരിറ്റീസ് വരുന്നത് കൊണ്ടുണ്ടാവുന്ന ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ദെൻ ദ മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ലിബറേറ്റഡ് from an electrolyte but 1 coulomb of electricity is termed as. ഒരു coulomb of electricity ലിബറേറ്റ് ചെയ്യുന്ന മാസിനെ പറയുന്ന പേരാണ് ഇലക്ട്രോകെമിക്കൽ ഇക്വലന്റ്. വാട്ട് ഈസ് എ മെത്തേഡ് ഓഫ് ചാർജിങ് ദ ബാറ്ററി അറ്റ് വെരി ലോ റേറ്റ്? വളരെ ചെറിയ രീതിയിൽ ചാർജിങ് ചെയ്യുന്ന ബാറ്ററി ചാർജ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ട്രിക്കിൾ ചാർജിങ് മെത്തേഡ്. ഓപ്ഷൻ സി. The distance between two adjacent teeth of hacksaw blades are called. hacksaw ബ്ലേഡിൻ്റെ രണ്ട് അഡ്ജസൻ്റ് ആയിട്ടുള്ള ടീത്തിനിടയിലുള്ള ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് പിച്ച് എന്ന് പറയും. രണ്ട് ബ്ലേഡിനിടയിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ നോർമലി പിച്ച് ആണെന്നാണ് പറയുക. ഇതാണ് പിച്ച് എന്ന് പറയുന്നത്. ഓപ്ഷൻ എ. വിച്ച് സബ്സ്റ്റൻസ് ഈസ് ഡയാമാഗ്നറ്റ്? ഡയാമാഗ്നറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ്ലി repelled by a magnetic substance is called a diamagnet. Weakly repelled by a magnet is called a diamagnet. അപ്പോൾ വീക്കിലി റിപ്പൽ ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത് ഇതിനകത്ത് തന്നിരിക്കുന്നതിൽ മാംഗനീസ് എന്ന് പറയുന്നത് ഒരു പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. അത് വീക്കിലി അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റ് ആണ്. നിക്കൽ എന്ന് പറയുന്നത് സ്ട്രോങ്ലി അട്രാക്റ്റഡ് ബൈ മാഗ്നറ്റ് ആണ്. അതൊരു ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. കൊബാൾട്ട് എന്ന് പറയുന്നതും ഒരു ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. ബിസ്മത്ത് ആണ് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി മറ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾക്ക് എക്സാമ്പിൾ അലൂമിനിയം, മാംഗനീസ്, പ്ലാറ്റിനം, കോപ്പർ, ഇതൊക്കെ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾക്ക് എക്സാമ്പിളാണ്. ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾക്കുള്ള എക്സാമ്പിളാണ് അയൺ, നിക്കൽ, കൊബാൾട്ട്, സ്റ്റീൽ. ഇതൊക്കെ ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾക്കുള്ള എക്സാമ്പിളാണ്. ദ നെക്സ്റ്റ് വൺ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിലുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് ബിസ്മത്ത്, സൾഫർ, ഗ്രാഫൈറ്റ്, ഗ്ലാസ്, പേപ്പർ, വുഡ്, ഇതൊക്കെ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിനുള്ള എക്സാമ്പിളാണ്. ഇനി ഇതല്ലാതെ വാട്ടർ എന്ന് പറയുന്നത് ഒരു ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. എയർ എന്ന് പറയുന്നത് ഒരു പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. വാട്ടർ എന്ന് പറയുന്നത് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. എയർ എന്ന് പറയുന്നത് ഒരു പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. ഇത്രയും ഓർത്തിരിക്കാം. ടെസ്ല ഈസ് ദ യൂണിറ്റ് ഓഫ്
ഫ്ലക്സ് ഡെൻസിറ്റി. ടെസ്ലയുടെ മറ്റൊരു ഇതാണ് വെബർ പെർ മീറ്റർ സ്ക്വയർ എന്നും ഇതിന് ഇക്വലൻ്റ് ആയിട്ട് വരും. അത് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് ആണ്. ഫ്ലക്സിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വെബറാണ്. റിലക്റ്റൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംപിയർ ടേൺസ് പെർ വെബറാണ് റിലക്റ്റൻസിൻ്റെ യൂണിറ്റ്. മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംപിയർ ടേൺസ് പെർ മീറ്റർ. Then 27. Which type of DC generator is used for welding generator set? Welding generator സെറ്റിൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന DC ജനറേറ്റർ എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് ജനറേറ്റർ ആണ് വെൽഡിംഗ് സെറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഷണ്ട് ജനറേറ്റർ നമ്മൾ നോർമലി സെൻട്രിഫ്യൂഗൽ പമ്പ്, ഫാൻ, ലൈറ്റിംഗ് പർപ്പസിനൊക്കെയാണ് ഷണ്ട് ജനറേറ്റർ യൂസ് ചെയ്യുക. ട്രാക്ഷൻ പർപ്പസ്, ഹോയിസ്റ്റ്, ക്രെയിൻ ഒക്കെയാണ് നമ്മൾ സീരീസ് ജനറേറ്റർ യൂസ് ചെയ്യുന്നത്. ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് ജനറേറ്റർ യൂസ് ചെയ്യുന്നത് ഇലക്ട്രോ പ്ലേറ്റിംഗ് അതേപോലെ തന്നെ ലൈറ്റിംഗ് പർപ്പസിനൊക്കെയാണ് ക്യുമുലേറ്റീവ് കോമ്പൗണ്ട് ജനറേറ്റേഴ്സ് യൂസ് ചെയ്യുക. How many parallel paths in a simplex wave winding of a DC generator having 8 poles? സിംപ്ലക്സ് വേവ് വൈൻഡിങ് എന്നാണ് പറയുന്നത്. വേവ് വൈൻഡിങ് ആണെങ്കിൽ അതിന് നമ്പർ ഓഫ് പാരലൽ പാത്സ് എന്ന് പറയുന്നത് എപ്പോഴും 2 ആയിരിക്കും. ഇനി ലാപ്പ് വൈൻഡിങ് ആണെങ്കിൽ നമ്പർ ഓഫ് പാരലൽ പാത്ത് is equal to number of poles. Number of parallel path is equal to number of poles. So the answer is 2. As per BIS, the series field, ഇത് ടൈഡ് അല്ല, ഇത് സീരീസ് ഫീൽഡ് ആണ്. സീരീസ് ഫീൽഡ് വൈൻഡിങ് ടെർമിനൽ മസ്റ്റ് ബി മാർക്ക്ഡ് ആസ്. സീരീസ് ഫീൽഡ് വൈൻഡിങ്ങുകൾ നമ്മൾ നോർമലി മാർക്ക് ചെയ്യുന്നത് D1 D2 എന്ന് പറയുന്ന റെപ്രസെൻറ്റേഷൻസ് യൂസ് ചെയ്തിട്ടാണ്. ഇനി B1 B2 എന്നുള്ള റെപ്രസെൻറ്റേഷൻ ചെയ്യുന്നത് കമ്മ്യൂട്ടേറ്റിംഗ് വൈൻഡിങ്ങിനാണ് നമ്മൾ B1 B2 എന്ന് പറയുന്നത്, കമ്മ്യൂട്ടേറ്റിംഗ് വൈൻഡിങ്. E1 E2 എന്ന് പറയുന്നത് ഷണ്ട് എക്സൈറ്റേഷൻ വൈൻഡിങ് അല്ലെങ്കിൽ ഷണ്ട് ഫീൽഡ് വൈൻഡിങ്ങിനാണ് E1 E2 എന്ന് പറയുന്നത്. F1 F2 എന്ന് പറയുന്നത് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ആയിട്ടുള്ള എക്സൈറ്റേഷൻ വൈൻഡിങ്ങിനെയാണ് F1 F2 എന്ന് പറയുന്ന ഡിനോമിനേഷൻ യൂസ് ചെയ്യുന്നത്. ഇനി A1 A2 ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ആർമേച്ചർ വൈൻഡിങ് ആണ്. C1 C2 ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് ആണ്. ഇത്രയാണ് നമ്മൾ DC മെഷീൻസിൽ യൂസ് ചെയ്യുന്ന വൈൻഡിങ്ങുകളുടെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. Which law or rule states that the magnitude of the induced EMF is directly proportional to the rate of change of flux linkage? This law is Faraday's law of electromagnetic induction. Faraday's law of electromagnetic induction. ഇനി പ്രൊഡ്യൂസ് ചെയ്യുന്ന EMF ഓപ്പോസിറ്റ് ടു ദ ഫ്ലക്സ് ചേഞ്ച് എന്ന് പറയുന്നതാണ് ലെൻസ് ലോ. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത് നമ്മൾ 3 ഫിംഗറുകൾ, റൈറ്റ് ഹാൻഡിൻ്റെ 3 ഫിംഗറുകൾ 90 ഡിഗ്രി ആംഗിളിൽ വെച്ച് കഴിഞ്ഞാൽ 4 ഫിംഗർ ഫ്ലെക്സും തമ്പ് മോഷനും ആണെങ്കിൽ മിഡിൽ ഫിംഗർ എന്ന് പറയുന്നത് EMFനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇതാണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത് മാസ് ഓഫ് സബ്സ്റ്റൻസ് ലിബറേറ്റഡ് ഡ്യൂറിംഗ് ഇലക്ട്രോളിസിസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസ്ഡ് ത്രൂ ഇറ്റ്. മാസ് ഓഫ് സബ്സ്റ്റൻസ് is directly proportional to quantity of electricity passed through the electrolyte. Then the table fan is not oscillating. This the cause may be. ടേബിൾ ഫാനിനെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓസിലേറ്റ് ചെയ്യാനുള്ള ഒരു ടെക്നിക്ക് ഉണ്ട്, ഒരു ഫെസിലിറ്റി ഉണ്ട് ടേബിൾ ഫാനിനകത്ത്. ഈ ടേബിൾ ഫാനിൻ്റെ ഓസിലേഷൻ ചെയ്യുന്നത് ഒരു വാം ഗിയർ മെക്കാനിസം വെച്ചിട്ടാണ് ഈ ഒരു ഓസിലേഷൻ ചെയ്യുന്നത്. നമ്മൾ ടേബിൾ ഫാനിൻ്റെ മേലെ ഇതിൻ്റെ ഒരു ഡിസ്കിനോട് കണക്ട് ചെയ്തൊരു ലിവർ ഉണ്ടാവും, അതിങ്ങനെ കൂടെ റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണും. അതൊരു ബിവൽ ഗിയർ അല്ലെങ്കിൽ ഒരു സ്പർ ഗിയർ അല്ലെങ്കിൽ വാം ഗിയർ മെക്കാനിസത്തിലാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ വാം ഗിയർ മെക്കാനിസത്തിലുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ സ്പർ ഗിയർ മെക്കാനിസത്തിലുള്ള എന്തെങ്കിലും ഡിഫക്റ്റ് കൊണ്ടായിരിക്കും അതെന്ത് ചെയ്യാത്തത്, ഓസിലേറ്റ് ചെയ്യാത്തത്. ഗിയറിൻ്റെ പല്ല് പൊട്ടിയതോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം ആ ഗിയർ പ്രോപ്പറായിട്ട് ഗിയർ മെക്കാനിസം വർക്ക് ചെയ്യുന്നില്ലെങ്കിലാണ് അത് ഓസിലേറ്റ് ചെയ്യാതെ വരിക. ഓപ്ഷൻ സി. വിച്ച് വൺ ഹാസ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്? അതായത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കുറയുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുക. നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് വരുന്നത് ഒന്നെങ്കിൽ ഇൻസുലേറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ് ആയിരിക്കും, അതല്ലെങ്കിൽ കാർബൺ ആയിരിക്കും. ഇത് 3 നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഉള്ള ആളുകൾ. ഈ തന്നിരിക്കുന്നതിൽ കോപ്പർ എന്ന് പറയുന്നത് ഒരു കണ്ടക്ടറാണ്, ഇത് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആണ്. നിക്രോം എന്ന് പറയുന്നത് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആണ്. അലുമിനിയം പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആണ്. മൈക്ക ഒരു ഇൻസുലേറ്റർ ആണ്, അത് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റിൽ വരുന്ന ആളാണ്. വിച്ച് ടൈപ്പ് ഓഫ് റെസിസ്റ്റേഴ്സ് ആർ കോൾഡ് തെർമിസ്റ്റേഴ്സ്? തെർമിസ്റ്റർ എന്ന് പറയുന്നത് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് റെസിസ്റ്റേഴ്സിനെയാണ് നമ്മൾ തെർമിസ്റ്റേഴ്സ് എന്ന് പറയാം. പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് റെസിസ്റ്റേഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് സെൻസിസ്റ്റേഴ്സ്. ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ ആണ് LDR. വോൾട്ടേജ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ ആണ് വാരിസ്റ്റേഴ്സ്. ഇതൊക്കെ ടൈപ്പ് ഓഫ് റെസിസ്റ്റേഴ്സ് ആണ്. Then which one is not an application of electromagnet? ഇലക്ട്രോമാഗ്നറ്റിൻ്റെ അപ്ലിക്കേഷൻ അല്ലാത്തത് ഏതെന്നാണ്?
കോളിംഗ് ബെല്ലിനകത്ത് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. പ്രൊട്ടക്റ്റീവ് റിലേനകത്ത് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റ് യൂസ് ചെയ്യും. ഡിയോയിൽ സ്റ്റാർട്ടറിനകത്തും ഇലക്ട്രോമാഗ്നറ്റ് യൂസ് ചെയ്യും. പക്ഷേ ഇലക്ട്രിക് അയണിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് നിക്രോം ആയിട്ടുള്ള നിക്രോമാണ്. നിക്രോം എന്ന് പറയുന്നത് ഒരു ഹീറ്റിംഗ് എലമെൻ്റ് ആണ്. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റ് യൂസ് ചെയ്യാത്ത ഒരു എക്യുപ്മെൻ്റ് എന്ന് പറയുന്നത് ഇലക്ട്രിക് അയൺ ആണ്. The magnetic term analogous to electric term in term current is കറണ്ടിന് അനലോഗസ് ആയിട്ടുള്ള മാഗ്നറ്റിക് സർക്യൂട്ടിനകത്തുള്ള ടേം ഏതാണെന്നുള്ളതാണ്. ഫ്ലക്സ് ആണ് കറണ്ടിന് അനലോഗസ് ആയിട്ടുള്ള മാഗ്നറ്റിക് സർക്യൂട്ടിനകത്തുള്ള ടേം എന്ന് പറയുന്നത്. റിലക്റ്റൻസിന് അനലോഗസ് ആയിട്ടുള്ളത് റെസിസ്റ്റൻസ് ആണ്. ഫ്ലക്സ് ഡെൻസിറ്റിക്ക് അനലോഗസ് ആയിട്ടുള്ളത് കറണ്ട് ഡെൻസിറ്റി ആണ്. എംഎംഎഫിന് അനലോഗസ് ആയിട്ടുള്ളത് ഇഎംഎഫ് ആണ്. ദ ഫയർ എക്സ്റ്റിങ്വിഷർ നോട്ട് യൂസ്ഡ് ഫോർ ഇലക്ട്രിക് ഫയർ. ഇലക്ട്രിക് ഫയറിന് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ലാത്ത എക്സ്റ്റിങ്വിഷേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ഫോം ടൈപ്പ് എക്സ്റ്റിങ്വിഷറും അതേപോലെ തന്നെ വാട്ടർ സ്പ്രേ അല്ലെങ്കിൽ വാട്ടർ ടൈപ്പ് എക്സ്റ്റിങ്വിഷർ നമ്മൾ ഇലക്ട്രിക്കൽ ഫയറിൽ യൂസ് ചെയ്യാൻ പാടില്ല. ഓപ്ഷൻ എ. ബാക്കി നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാലോൺ ടൈപ്പ്, ഡ്രൈ പൗഡർ, CO2, CTC പോലെയുള്ള ആളുകളൊക്കെയാണ് നമ്മൾ ക്ലാസ് ഡി ഫയർ ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ഫയറിൽ യൂസ് ചെയ്യുന്നത്. 6 കാർബൺ സെൽസ് ഇൻ സീരീസ് ഹാവ് ദ ഔട്ട്പുട്ട്. സെല്ലുകൾ നമ്മൾ സീരീസ് ആയി ചെയ്യുന്ന സമയത്ത് മൊത്തം വോൾട്ടേജുകൾ സമ്മപ്പ് ചെയ്യാണ് ചെയ്യുക. കാർബൺ സിംഗിൾ സെല്ലിൻ്റെ ഒരു സെല്ലിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് 1.5 ആണ്. ഇങ്ങനെ 6 സെല്ല് നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 1.5 × 6 അതായത് 9 വോൾട്ട് ആണ് അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് വരുന്നത്. 100 ampere hour capacity battery should deliver a current of 10 ampere for approximately dash hours. അതായത് 100 AH ഉള്ള ബാറ്ററി ആണെങ്കിൽ അത് 10 ആംപിയർ ആണ് ഔട്ട്പുട്ട് കറണ്ട് എങ്കിൽ എത്ര സമയം വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ 100 AH is equal to 10 into hours ആണ്. ഐ മീൻ 10 into 10 ചെയ്യുമ്പോഴാണ് നമുക്ക് 100 കിട്ടുന്നത്. അതായത് 10 ആംപിയർ 10 മണിക്കൂർ അതിന് ഡെലിവർ ചെയ്യാൻ പറ്റും. A fluorescent tube may burn out if the choke coil ഷോർട്ട് സർക്യൂട്ട് ആണെങ്കിൽ ആ ഫ്ലൂറസെന്റ് ട്യൂബ് എന്ത് ചെയ്യും? ബേൺ ഔട്ട് ആയി പോകും. ഫ്ലൂറസെന്റ് ട്യൂബ് ബേൺ ഔട്ട് ആവാനുള്ള കാരണം ഷോർട്ട് സർക്യൂട്ടർ ആയിട്ടുള്ള ചോക്കാണ്. ദ സ്റ്റാർട്ടിംഗ് ടോർക്ക് ഓഫ് എ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ. സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ ഇസ് നോട്ട് എ സെൽഫ് സ്റ്റാർട്ടിംഗ്. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്ന് പറയുന്നത് 0 ആണ്. റെഡി. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ആദ്യത്തെ പകുതി ക്വസ്റ്റ്യൻസ്, ഒരു ഫസ്റ്റ് 40 ക്വസ്റ്റ്യൻസ്. അടുത്ത 40 ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്തൊരു നെക്സ്റ്റ് സെക്ഷൻ വീഡിയോയിൽ പറയാം. ഓക്കെ, വിൽ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.